ഹലോ ഗൈസ്, നമ്മൾ ലീവ് കിട്ടിയപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാണ്. നമ്മൾ നേരെ ഊബർ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിലെത്തിയതിന് ശേഷം ട്രെയിൻ കയറി. അതിനുശേഷം ഭയങ്കര റഷ് ആയിരുന്നു, ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് പറയാനും വീട്ടിലേക്ക് പോകാൻ പറയുമ്പം ഭയങ്കര സന്തോഷമാണല്ലോ. ആൻഡ് ഒടുക്കത്തെ റഷ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ റഷ് ആയിരുന്നു. ഞാൻ ലേഡീസ് കമ്പാർട്ട്മെന്റാണ് കയറിയതെങ്കിലും ഒരു സ്വസ്ഥതയും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം കുറേ സ്ത്രീകൾ കയറിയിട്ട് എന്നെ ഉറങ്ങാൻ വിട്ടില്ലായിരുന്നില്ല. ആൻഡ് നമ്മൾ സിംഗിൾ സീറ്റ് ഇരുന്നാലും അവർ നമ്മോട് സൈഡ് സീറ്റ് ചോദിക്കുകയായിരുന്നു. ഐ മീൻ സീറ്റിൽ ഇരിക്കണം എന്ന് പറഞ്ഞു. സോ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അത്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ദെൻ ഞാൻ വീട്ടിലെത്തി. വീട്ടിലെത്തിയതിന് ശേഷം ഞാനും എൻ്റെ ചേച്ചിയും കൂടി മാങ്ങ പറിക്കാമെന്ന് വിചാരിച്ചു. ഐ മീൻ മാങ്ങ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ചേച്ചിയുടെ മോനാണ്. ഇത് ഞാനും എൻ്റെ ചേച്ചി കൂടി. ഇതാണ് എൻ്റെ ചേച്ചി. ചേച്ചി എന്നൊന്നും പറയാൻ പറ്റില്ല. കീർത്തന പ്രകീർത്ത്. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും കൂടി മാങ്ങ പറിക്കാൻ വേണ്ടി പോവാണ്. കാരണം മാങ്ങ കഴിക്കണമെന്ന് ഭയങ്കര ഒരു പൂതി. അതുപോലെ ഞങ്ങൾ മാങ്ങ കഴിക്കാൻ പോകുന്നത്. ഇതാണ് എൻ്റെ നാട്ടിലെ വഴി. ആൻഡ് ഞാനും എൻ്റെ ചേച്ചിയും ഇങ്ങനെ നടന്നു പോകണം. ചേച്ചിക്ക് വീട്ടിൽ നിൽക്കാൻ തീരെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും അവനെ കൂടി ചേർക്കാലോ, കാരണം അവൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ. ഇതെല്ലാം മാങ്ങ പറിക്കുന്ന സ്പോട്ടിലെത്തി. ഇതാണ് മാങ്ങ. പക്ഷേ ഇത് പറിക്കാൻ അപ്പം എന്നെ വിടും പോകുന്നില്ല. അപ്പം എന്നെ വിട്ടില്ല. ആൻഡ് ഞങ്ങൾക്ക് ഒരു മാങ്ങ പറിക്കാൻ എത്തി. നമ്മുടെ വീട്ടിൻ്റെ ഇപ്പുറത്തുള്ള ഒരു വീട്ടിൽ നിന്ന് മാങ്ങ പറിച്ചു. നമ്മളാരും താമസിക്കുന്നില്ല. സോ നമുക്ക് മാങ്ങ കിട്ടി. എൻ്റെ കൂടെ പിറപ്പ് എനിക്ക് മാങ്ങ കൊണ്ടുപോയി തന്നു. ആൻഡ് അവനത് കഴുകുകയാണ്. ദെൻ നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ സെറ്റാക്കി എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഞാനിങ്ങനെ സൈഡിലിരുന്ന് അവളെ മാങ്ങിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അവനിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. അവന് ശീലം മൂത്ത ആൾക്കാർ ഇരിക്കുമ്പോൾ നമ്മൾ തലയാണ്ട ആവശ്യമില്ലല്ലോ. ദെൻ നമ്മൾ ഈ മാങ്ങ മുറിക്കുകയാണ്. ഇതെൻ്റെ ചേച്ചിയുടെ മോനാണ്. കട്ടിട്ട് ദെൻ നമ്മൾ മുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു, ദെൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് കാണുമ്പോൾ എനിക്ക് കുട്ടികളാണ് ഓർമ്മയില്ല. പണ്ടൊക്കെ നമ്മൾ ഈ പതിന് തലയിൽ വൈകിട്ട് വെള്ളം പോയിട്ടാണ്. ദെൻ നമ്മൾ ഇത് ഈ മാങ്ങി തേച്ച് ഒളിപ്പിക്കുകയാണ്. ഇത് ഇവരുടെ ഒരു ടെക്നിക്കാണെന്നാണ് ഇവൾ പറഞ്ഞത്. എനിക്കറിയില്ല. ഇലയിലൊക്കെ പൊതിയുന്നുണ്ട്. ഇലയിലൊക്കെ പൊതിയതിനു ശേഷം ഇത് അടിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അടിച്ചിട്ട് പൊട്ടിക്കാമെന്നാണ് അവൾ പറയുന്നത്. അപ്പം അത് പൊട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കണ്ടു കാണാറില്ലേ എങ്ങനെ ഇരിക്കണം. അതിനുശേഷം അത് വീണ്ടും മടക്കിയിട്ട് ഇത് നമുക്ക് ഒന്നുകൂടി സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വീണ്ടും അടിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് അവസ്ഥ. അതിനുശേഷം ഞങ്ങൾ എങ്ങനെയൊക്കെയോ അത് മുറിച്ച് തറച്ച് ഇങ്ങനെയൊക്കെ ഇട്ട് മുളക് പെരക്കി ഞങ്ങൾ കഴിച്ചു. ആൻഡ് ഞാൻ കഴിക്കുന്ന ഈ രംഗാണ് ഞങ്ങൾ കാണുന്നത്. ആൻഡ് അതിൻ്റെ അമ്മയാണ് എന്നെ ഭയങ്കര എക്സ്പ്രഷനൊക്കെ വരുന്നുണ്ട്. സോ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങ. സൂപ്പറായിരുന്നു. കുറേ ദിവസം ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.